ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം കാറ്റഗറി 4 9/8/2026 നടന്നിട്ടുള്ള കേട്ടറ്റ് കാറ്റഗറി 4ൻ്റെ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, മഹാഭാരതേ കതി പർവാണി സന്ധി? ഉത്തരമായിട്ട് അഷ്ടാദശ എന്നതാണ്. അടുത്തത്, മധുരസ്മിതാം ഇതി സംസ്കൃത ചലനചിത്രസ്യ നിർദ്ദേശകഃ കഃ? സുരേഷ് ഗായത്രി എന്നാണ് ഉത്തരം. അടുത്തത്, ഷഡ്സു വേദാംഗേഷു അന്യതമഃ കഃ എന്നാണ് ചോദ്യം. ഉത്തരം നിരുക്തം. അടുത്ത ചോദ്യം, സമർത്ഥനീയസ്യ അർത്ഥസ്യ സമർത്ഥനം അത്ര കഃ അലങ്കാരഃ? ആൻസറാണ് ഓപ്ഷൻ സി, കാവ്യലിംഗം. അടുത്ത ചോദ്യമാണ്, പീതം അംബരം യസ്യ സഹ പീതാംബരഃ അത്ര കഃ സമാസഃ? ആൻസർ ഓപ്ഷൻ സി, ബഹുവ്രീഹി. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ് പറയുന്നത്. അടുത്ത ചോദ്യം, കസ്മിൻ നാടകേ ഭീമസേനഃ നായകത്വേന ദൃശ്യത്തെ? ഉത്തരം മധ്യമവ്യായോഗേ. അടുത്ത ചോദ്യമാണ്, ത ബജ ഗു ഗു ഇതി ഗണവ്യവസ്ഥ കസ്യ വൃത്തസ്യ? ഉത്തരം വസന്തതിലക. അടുത്തതാണ്, വന്ദേ മാതരം ഇതി വാക്യേ കർത്താ കഃ? ആൻസറാണ് അഹം. ഇനി അടുത്ത ചോദ്യം, അസ്തി സ്ത്രിയഃ സദ്മസുമേരു നാമ ഇതി പ്രാരംഭശ്ലോകഃ കസ്മിൻ മഹാകാവ്യേ? ഇതിൻ്റെ ആൻസർ ശ്രീകൃഷ്ണവിലാസേ എന്നാണ്. ഇനി അടുത്ത ചോദ്യമാണ്, മേഘദൂതം ഇതി കാവ്യം കസ്മിൻ കാവ്യവിഭാഗേ അന്തർഭവതി? മേഘദൂതം എന്ന കാവ്യം ഏത് കാവ്യവിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? സന്ദേശകാവ്യം എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, തത്ര പ്ലസ് അഭി തത്രാഭി അത്ര കഃ സന്ധിഃ? സവർണദീർഘസന്ധിഃ എന്നാണ് ഉത്തരം. അടുത്തതാണ്, ഗദ്യാംശം പഠിത്വാ അധോ ദത്താൻ പ്രശ്നാനാം ഉത്തരാണി ലിഖത? താഴെ തന്നിരിക്കുന്ന ഈ ഗദ്യഭാഗം വായിച്ച് അതിന് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് പറയുന്നത്. ഗദ്യഭാഗം ഇപ്പോൾ വായിക്കുന്നില്ല, അതിൻ്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അഷ്ടാവിംശതി ഇതി സംസ്കൃതപദേന സൂചിത സംഖ്യ കാ? അഷ്ടാവിംശതി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 28. ഇനി അടുത്ത ചോദ്യമാണ്. അടുത്തതാണ്, അംഗീകൃതം ഇത്യത്ര പ്രത്യയഃ കഃ? അംഗീകൃതം എന്നതിൻ്റെ പ്രത്യയം എന്താണ്? ഓപ്ഷനായിട്ട് സി ആണ്, ത എന്നാണ് ഉത്തരം. ക പ്ലസ് ത. അടുത്ത ചോദ്യം, സർവേരംഗീകൃതം പദസ്യാസ്യ പദച്ഛേദഃ കഃ? സർവേരംഗീകൃതം എന്ന പദത്തിൻ്റെ പദച്ഛേദം എന്താണ്? ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്, സർവേഹി പ്ലസ് അംഗീകൃതം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അസ്മാകം ഇത്യസ്യ വിഭക്തിഃ കാ? അസ്മാകം എന്നതിൻ്റെ വിഭക്തി എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഷഷ്ടി എന്നാണ്. അടുത്ത ചോദ്യം, അധോ ദത്തേഷു ആത്മനെ പദ കിയാ കാ? ആൻസറായിട്ട് വരുന്നത് ജയതേ എന്നാണ്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, യതോ ധർമ്മസ്തതോ ജയഃ ഇതി ധ്യേയവാക്യം കസ്യാഹ സംസ്ഥായാഹ? ആൻസറാണ് ഓപ്ഷൻ സി, ഭാരതീയ സർവേച്ഛന്യായാലയഃ. ഇനി അടുത്ത ചോദ്യം, മാനവേന കർമ്മമഹത്വം അവഗമ്യ കർമ്മ കരണീയം അത്ര പ്രത്യയാന്തം പദം കിം? ആൻസർ അവഗമ്യ. അടുത്ത ചോദ്യം, നവരാത്രിഃ അത്ര കഃ സമാസഃ? നവരാത്രി എന്നതിൻ്റെ സമാസം എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ദ്വിഗു. ഇനി അടുത്ത ചോദ്യം, ഭാഗർത്താവിവ സംപൃക്തൗ ഡാഷ് അത്ര വൃത്തം കിം?
വാഗർത്താവിവ സംപൃക്തൗ എന്നതിൻ്റെ വൃത്തം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി അനുഷ്ടുപ്പാണ്. ഇനി അടുത്ത ചോദ്യമാണ് പറയുന്നത് അധികരണേ കാ വിഭക്തി. അധികരണം എന്നതിൻ്റെ വിഭക്തി എന്താണ്? ഓപ്ഷൻ ഡി സപ്തമി. നെക്സ്റ്റ് ചോദ്യം അധോദത്തേഷു ക്രിയാപദം കിം. താഴെ തന്നിട്ടുള്ളവയിൽ ക്രിയാപദം ഏതാണ്? ഇതിൻ്റെ ആൻസർ വദതി എന്നതാണ്. ഓപ്ഷൻ സി വദതി. ഇനി അടുത്തത് മുഖചന്ദ്രഃ അത്ര കഹ അലങ്കാരഃ. മുഖചന്ദ്രഃ എന്നതിൻ്റെ അലങ്കാരം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് രൂപകം. അടുത്ത ചോദ്യം മനഃ ഇതി പദം കസ്മിൻ അന്തേ വിദ്യതേ. ഉത്തരം ഓപ്ഷൻ സി സകാരാന്തേ. ഇനി അടുത്തത് ശ്ലോകം പഠിത്വ അധോദത്താനാം പ്രശ്നാനാം ഉത്തരാണി ലിഖത. ഇവിടെ ഒരു ശ്ലോകം തന്നിട്ടുണ്ട്. ആ ശ്ലോകത്തിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണ് ഇനി കണ്ടെത്താനുള്ളത്. അപ്പോൾ ചോദ്യം പറയാണ് രോദിതി ഇതി പദസ്യ അർത്ഥഃ കഹ. രോദിതി എന്ന പദത്തിൻ്റെ അർത്ഥമാണ് വിലപതി എന്നതാണ് ഉത്തരം. നെക്സ്റ്റ് നിത്യം ഇതി പദം കസ്മിൻ ഗണേ അന്തർഭവതി. നിത്യം എന്ന പദം ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത്? അതിൻ്റെ ഉത്തരമാണ് സർവനാമ. ഇനി അടുത്തതാണ് തൈലാത് അത്ര വിഭക്തി ക. തൈലാത് എന്നതിൻ്റെ വിഭക്തി എന്താണ്? ആൻസർ പഞ്ചമി. അടുത്ത ചോദ്യം തൈലാത് രക്ഷ അത്ര രക്ഷ ഇതി പദസ്യ ലകാരഃ കഹ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ലോട്ട്. അടുത്തത് വാമനഃ ബലിം വസുധാം യാചതേ അത്ര പ്രധാന കർമ്മ കിം. ആൻസർ വാമനഃ. നെക്സ്റ്റ് രൂപകാണി കതി സന്ധി. എത്ര രൂപകങ്ങളാണുള്ളത്? 10 രൂപകങ്ങളാണ്. ആൻസർ 10. അടുത്തത് അസ്മദ് ഇതി സർവനാമപദസ്യ പ്രഥമാ വിഭക്തി ഏകരൂപം കിം. അസ്മദ് എന്ന സർവനാമപദത്തിൻ്റെ പ്രഥമാ വിഭക്തി ഏകവചന രൂപം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി അഹം. അടുത്ത ചോദ്യം കേരളോദയം മഹാകാവ്യസ്യ കർത്ത കഹ. കേരളോദയം എന്ന മഹാകാവ്യത്തിൻ്റെ കർത്താവ് ആരാണ്? അത് എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ആൻസർ KN എഴുത്തച്ഛൻ. അടുത്തത് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലായാः ധ്യേയവാക്യം കിം. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ധ്യേയവാക്യമാണ് ജ്ഞാനാദേവ തു കൈവല്യം. ഇനി അടുത്ത ചോദ്യമാണ് ദീപശിഖ ഇതി വിശേഷണേന വിഖ്യാതഃ മഹാകവിഃ കഃ. ദീപശിഖ എന്ന വിശേഷണമുള്ള പ്രശസ്തനായ മഹാകവി ആരാണ്? ഉത്തരം കാളിദാസഃ. അടുത്ത ചോദ്യം സസ്യാനാം മഹത്വപ്രകാശനായ വിരചിതഃ ഗ്രന്ഥഃ കഃ. ആൻസർ ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്തതാണ് പുത്രായ മോദകം ദദാതി അത്ര. പുത്രായ ഇതി ചതുർത്ഥ വിഭക്തി കേന സൂത്രേണ. ആൻസർ വരുന്നത് ചതുർത്ഥി സമ്പ്രദാനേ. അടുത്ത ചോദ്യമാണ് പറയുന്നത് പിത്രേ ഇതി പദസ്യ വിഭക്തി കാ. പിത്രേ എന്ന പദത്തിൻ്റെ വിഭക്തിയാണ് ചതുർത്ഥി. ഇനി അടുത്ത ചോദ്യം പ്രതിമാ നാടകസ്യ കർത്താ കഃ. പ്രതിമാ നാടകം എഴുതിയിട്ടുള്ളത് ഭാസനാണ്. ആൻസറാണ് ഭാസഃ. അടുത്തത് ഹനുമാൻ അബ്ധിമതരത് ദുഷ്കരം കിം മഹാത്മനാം കഃ. ആൻസർ അർത്ഥാന്തരന്യാസഃ. അടുത്ത ചോദ്യം അന്ത്യലഘുഗണഃ കഃ. അന്ത്യലഘുഗണം എന്നറിയപ്പെടുന്നതാണ് തഗണഃ. അടുത്ത ചോദ്യം അധോദത്തേഷു മഹാത്മാഗാന്ധി മഹോദയേന വിരചിതഃ ഗ്രന്ഥഃ കഃ.
താഴെ തന്നിട്ടുള്ളവയിൽ മഹാത്മാഗാന്ധി രചിച്ചിട്ടുള്ള ഗ്രന്ഥം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അടുത്ത ചോദ്യം, അസ്ഥാനെ കൃതം കർമ്മ ഫലം ന ജനയതി അത്ര കഹ ന്യായഃ. ആൻസറാണ് വനരോധന ന്യായഃ. അടുത്ത ചോദ്യം, ശിക്ഷാവല്ലി കസ്മാത് ഉപനിഷദി അന്തർഭവതി. ആൻസർ തൈത്തിരീയോപനിഷദി. അടുത്ത ചോദ്യം, ജനകേന പുത്രഃ വിദ്യാലയം നീതഃ അത്ര കഹ പ്രയോഗഃ. കർമ്മണി പ്രയോഗഃ എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, മാലിനി ഇതി വൃത്തേ കതി അക്ഷരാണി സന്തി. മാലിനി എന്ന വൃത്തത്തിൽ എത്ര അക്ഷരങ്ങളാണുള്ളത്? 15. അടുത്ത ചോദ്യം പറയാണ്, രീതിരാത്മാ കാവ്യസ്യ ഇതി കസ്യ ആചാര്യസ്യ മതം. രീതിരാത്മാ കാവ്യസ്യ എന്നുള്ളത് വാമനൻ്റെ മതമാണ്. വാമനസ്യ എന്നതാണ് ഉത്തരം. ഇനി അടുത്തത്, ചകാരസ്യ ഉച്ചാരണസ്ഥാനം കിം. ചകാരത്തിൻ്റെ ഉച്ചാരണസ്ഥാനമാണ് താലു. ഇനി അടുത്ത ചോദ്യം, ആവൃത്തവർണ്ണസ്തംഭകം കസ്യ അലങ്കാരസ്യ ലക്ഷണം ഭവതി. ഉത്തരം യമകം. അടുത്തത്, ഭാരത് ട്രേഡ് ക്രിക്കറ്റ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്രീഡാ സംഘസ്യ ഇദാനീംതനഃ നായകഃ കഃ. ഉത്തരം രോഹിത് ശർമ്മ. നെക്സ്റ്റ്, സുഭാഷിത പഠനസ്യ മുഖ്യ ഉദ്ദേശ്യം കിം. സുഭാഷിത പഠനത്തിൻ്റെ മുഖ്യ ഉദ്ദേശ്യമാണ് മൂല്യാവബോധനം. ഇനി അടുത്ത ചോദ്യം പറയാണ്, ഭാഷാ നൈപുണീഷു ഭാഷണാത് പൂർവം ഡാഷ് ഭവതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ശ്രവണം. ഇനി അടുത്ത ചോദ്യമാണ്, അപഗ്രഥനം ഇതി വികസന സ്തരഃ കസ്മിൻ ക്ഷേത്രേ ഭവതി. ആൻസർ വൈജ്ഞാനികേ. അടുത്തതാണ്, ശിക്ഷണ സൂത്രാനുസാരം പൂർണാത് പ്രതി അഭിലഷണീയഃ. ആൻസർ അംശം. അടുത്തത്, അധ്യാപനായ കതി ആസൂത്രണാനി ആവശ്യകാനി. ആൻസർ 3. അടുത്തതാണ്, IKS ഇത്യസ്യ പൂർണ്ണനാമം കിം. IKS എന്നതിൻ്റെ പൂർണ്ണനാമം ഭാരതീയ വിജ്ഞാന പരമ്പര. അടുത്തത്, ശിക്ഷാധികാര നിയമഃ കഃ. ശിക്ഷാധികാര നിയമമാണ് RTE ആക്ട് 2009. അടുത്ത ചോദ്യം, ശിക്ഷണസ്യ കേന്ദ്രബിന്ദുഃ കഃ ഭവതി. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഛാത്രഃ. ഇനി അടുത്തതാണ്, NCERT ഇത്യസ്യ സംസ്കൃതാനുവാദഃ കഃ. NCERT എന്നതിൻ്റെ സംസ്കൃതാനുവാദമാണ് രാഷ്ട്രീയ ശൈക്ഷികാനുസന്ധാന പ്രശിക്ഷണ പരീഷത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കക്ഷ്യായാം സംഘപഠനം കിമർത്ഥം ഉപയുജ്യത്തെ. ആൻസർ സഹകരണ മൂല്യവർദ്ധനായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈഗോട്സ്കി മഹാശയഃ കസ്യ വാദസ്യ പ്രയോക്താ ഭവതി. വൈഗോട്സ്കി ഏത് വാദത്തിലാണ് പ്രധാനമായും അറിയപ്പെടുന്നത്? സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദഃ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ഉദ്ദേശ്യാധിഷ്ഠിത ബോധനം കസ്യ ആശയഃ ഭവന്തി. ആൻസർ ബ്ലൂം. ഓപ്ഷൻ ഡി ബ്ലൂം എന്നാണ് ഉത്തരം. നെക്സ്റ്റ്, അധോദത്തേഷു ഉച്ചാരണ ശിക്ഷണ വിധിഃ കഃ. തന്നിരിക്കുന്നവയിൽ ഉച്ചാരണ ശിക്ഷണ വിധി ഏതാണ്? ആൻസറായിട്ട് വരുന്നതാണ് ഓപ്ഷൻ ഡി അഭ്യാസവിധിഃ എന്നത്. അടുത്തത് 134ാമത്തെ ചോദ്യം. ചോദ്യം എന്താണെന്നുള്ളത് ഇതിൽ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് ഉത്തരം മാത്രം പറയാണ്. 134ാമത്തേതിൻ്റെ ആൻസർ ഓട്ടൻ തുള്ളൽ എന്നാണ്. അധോദത്തേഷു
ചിന്തന പ്രക്രിയായാഹ ഉദാഹരണം കിം? താഴെ തന്നിട്ടുള്ളവയിൽ ചിന്തന പ്രക്രിയയുടെ ഉദാഹരണം എന്താണ്? വിവേചയതി എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യമാണ് ഇനി പറയുന്നത്. ക്രീഡാപദ്ധതേः പ്രയോജനം കിം? ആൻസർ ഛാത്ര കേന്ദ്രിതാധ്യാപനം. അടുത്തത് പരിഹാരബോധനം കഥാ പ്രചാല്യത്തെ. ആൻസർ മൂല്യനിർണയാനന്തരം. അടുത്ത ചോദ്യം. ഭാഷാനൈപുണീനാം സ്വാഭാവിക ക്രമഃ കഃ? ഭാഷാനൈപുണിയുടെ സ്വാഭാവിക ക്രമം എന്ന് പറയുന്നത് ശ്രവണം, ഭാഷണം, വാചനം, ലേഖനം എന്നാണ്. ഇനി അടുത്ത ചോദ്യമാണ് പറയുന്നത്. ശ്രവണ പരിമിതാനാം ഛാത്രാണാം പരിഗണനായേ അനിവാര്യ ശിക്ഷാരീതിഃ കാ? ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് പ്രയോഗിക്കാൻ, അതായത് അവരെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് അനിവാര്യമായിട്ടുള്ള ശിക്ഷാരീതി ഏതാണ് എന്ന് ചോദിക്കുകയാണ്. ആൻസർ വരുന്നത് സങ്കലിത ശിക്ഷ എന്നാണ്. നെക്സ്റ്റ്. പ്രഥമ സംസ്കൃതയോഗസ്യ അധ്യക്ഷഃ കഃ? ആദ്യത്തെ സംസ്കൃത യോഗത്തിൻ്റെ അധ്യക്ഷനാണ് സനീതി കുമാർ ചാറ്റർജി. നെക്സ്റ്റ്. നൂതന കേരള പാഠ്യപദ്ധതി പരിഷ്കരണം കസ്യ ആധാരേണ ഭവതി? പുതിയ കാലത്തെ പാഠ്യപദ്ധതി പരിഷ്കരണം ഏതിൻ്റെ ആധാരമാണ്? അതിനുള്ള ആധാരം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഏത് ആക്റ്റാണ് എന്നാണ് ചോദിക്കുന്നത്. KCF 2023 ഉത്തരം. ഇനി അടുത്തതാണ്. സംസ്കൃത ഭാഷ കസ്മിൻ ഭാഷാഗോത്രേ അന്തർഭവതി? സംസ്കൃത ഭാഷ ഏത് ഭാഷാഗോത്രത്തിൽ നിന്നുമാണ് അന്തർഭവിച്ചിട്ടുള്ളത്? എല്ലാവർക്കും അറിയാമായിരിക്കും. ഇൻഡോ യൂറോപ്യൻ ഗോത്രേ. ഇനി അടുത്തതാണ്. ഹ്രസ്വോത്തര പ്രശ്നസ്യ ഉദാഹരണം ഭവതി ടിപ്പണി ലേഖനം. നെക്സ്റ്റ്. സംസ്കൃതഭാഷാ പഠനാർത്ഥം ഭണ്ഡാർക്കർ മഹോദയേന രചിതേ ഗ്രന്ഥേ കതി ഭാഗാഃ സന്തി? ആൻസർ 4. ഇനി അടുത്തതാണ്. ദൃശ്യശ്രവ്യോപകരണസ്യ ഉദാഹരണം കിം? ദൃശ്യശ്രവ്യോപകരണത്തിന് ഉദാഹരണമാണ് ദൂരദർശനം. നെക്സ്റ്റ്. ജ്ഞാനനിർമ്മിതി വാദാനുസാരം അധ്യാപകസ്യ സ്ഥാനം കഥം? ഉത്തരം മാർഗദർശകഃ. അടുത്തതാണ്. ആഗമന നിഗമന പ്രണാളി കസ്യ ശിക്ഷണായ ഉചിത? ആഗമന നിഗമന പ്രണാളി ഏത് ശിക്ഷണത്തിനാണ് ഉചിതമായിട്ടുള്ളത്? വ്യാകരണസ്യ എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഉച്ചേർവചനസ്യ മാധ്യമിക യോജനം കിം? ഈ ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അത് തന്നെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. 148 ചോദ്യമാണ്. ഉത്തരം ഉച്ചാരണ സ്പഷ്ടത ജ്ഞാനം എന്നതാണ്. നെക്സ്റ്റ്. 149. ക്വസ്റ്റ്യൻ പേപ്പർ ഇത്യസ്യ സംസ്കൃതാനുവാദഃ കഃ? ക്വസ്റ്റ്യൻ പേപ്പർ എന്നതിൻ്റെ സംസ്കൃതാനുവാദമാണ് പ്രശ്നപത്രം. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഇനി പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരത്തേക്കും ആൻസർ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയത് സംസ്കൃതത്തിൽ എന്നെല്ലാവരും ഒന്ന് കമൻ്റ് ഇടണം. അപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 220 പ്രവൃത്തി ദിനാനി 1000 ഹോരാഹ ച ബോധന സമയഃ കീദൃശ വിഭാഗ ഛാത്രാൻ ഉദ്ദിശ്യ ഭവതി എന്നതാണ് അവസാനത്തെ ചോദ്യമാണിത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 6 to 8 എന്നാണ്.